നമസ്കാരം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചിരട്ടയപ്പമാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഡിഷാണ്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്കായിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഡിഷാണ്. ഇത് നമുക്ക് ചിരട്ടയിലാണ് ഉണ്ടാക്കുന്നത്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ 4 പഴുത്ത ഏത്തക്ക എടുത്തിട്ടുണ്ട്. ഏത്തക്ക ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു വലിപ്പത്തിലാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. ഒരുപാട് ചെറുതായി പോകരുത്. ഈ ഒരു വലിപ്പത്തിൽ തന്നെ കട്ട് ചെയ്യുക. പിന്നെ ഞാൻ ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ചെറിയ 3 പീസസ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് ഉരുക്കിയെടുക്കണം. പിന്നെ ഞാൻ എടുത്തേക്കുന്നത് ഒരു തേങ്ങ ചിരകിയതാണ്. ഒരു മീഡിയം സൈസിലുള്ള തേങ്ങ. ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഇതിലേക്ക് അല്പം വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കണം. ഒരുപാട് പേസ്റ്റായിട്ടൊന്നും അരയ്ക്കണ്ട, ജസ്റ്റ് ഒന്ന് അരച്ചെടുത്താൽ മതി. ഇതാ ഞാൻ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് 3 കപ്പ് അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് വറുത്ത അരിപ്പൊടിയൊന്നുമല്ല, വറക്കാത്ത അരിപ്പൊടിയാണ്. അതിലേക്ക് അരച്ചെടുത്ത തേങ്ങയും ആ ജാറിൽ അല്പം വെള്ളവും കൂടെ ചേർത്ത് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ശർക്കര ഉരുക്കിയതാണ്. ഇതൊരു 1/2 ഗ്ലാസ് ഉണ്ട്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ 5 ഏലക്കായും കൂടെ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് പൊടിച്ചു മാറ്റി വെക്കണം. നമുക്ക് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം നമുക്ക് ആ തേങ്ങയൊക്കെ നല്ലതുപോലെ ഒന്ന് ഞെരടി നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം വെള്ളം ഒഴിച്ചാൽ മതി. ഇതിൽ കുറച്ച് വെള്ളമേ ഒഴിക്കാവൂ. ഇത് തിക്ക് ബാറ്ററായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വെള്ളം ഒഴിക്കുന്നത് വളരെ ശ്രദ്ധിച്ച് കുറച്ചായിട്ട് തന്നെ ഒഴിക്കുക. പച്ചവെള്ളമാണ് ഞാൻ ഉപയോഗിക്കുന്നത്, ചൂടുവെള്ളമൊന്നുമല്ല. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച ഏത്തക്ക ഇട്ട് കൊടുക്കാം. ഈ ഏത്തക്കയും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഏത്തക്ക ഇതിൽ സ്മാഷ് ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് ബാറ്ററും എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുത്താൽ മതി. പൊടിച്ചെടുത്ത ഏലക്കായും കൂടി ഇട്ട് കൊടുക്കുക. ഞാൻ തോലോടുകൂടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം നല്ലതുപോലെ ഒരു ഫ്ലേവർ അതിലേക്ക് ഇറങ്ങും, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ മൊത്തത്തിൽ ശർക്കര പാനിയും കൂടെ ചേർത്തിട്ട് 2 ഗ്ലാസ് വെള്ളമാണ്. ഒരു ഇഡലി പാത്രം വെച്ചിട്ടുണ്ട് ചൂടാക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഇതുപോലെ ചിരട്ടയാണ് എടുത്തേക്കുന്നത്. ഇപ്പം ഞാൻ ഫ്രഷായിട്ട് തിരുമിയെടുത്ത തേങ്ങയാണ്, അതിൻ്റെ ചിരട്ടയാണിത്. അപ്പോൾ അതിൽ ഞാൻ അല്പം തേങ്ങായും കൂടെ വെച്ചിട്ടുണ്ട്. 2 ചിരട്ടയിലാണ് ഞാൻ എടുക്കുന്നത്. 2 ചിരട്ടയിൽ ഞാൻ അല്പം തേങ്ങായും കൂടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് ആ തേങ്ങായോടുകൂടി അത് സ്റ്റീം ചെയ്തെടുക്കുമ്പോൾ. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് ചിരട്ടയിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾ നേരത്തെ യൂസ് ചെയ്ത ചിരട്ടയാണെങ്കിൽ അത് നല്ലതുപോലെ ക്ലീൻ ചെയ്ത് തേങ്ങയൊക്കെ മാറ്റിയിട്ട് വേണം എടുക്കാനായിട്ട്. ഇതിപ്പോൾ ഫ്രഷായിട്ട് എടുത്തത് കൊണ്ടാണ് അല്പം തേങ്ങ വെച്ചേക്കുന്നത്, അത് ശ്രദ്ധിക്കണം. ഇപ്പോൾ 2 ചിരട്ടയിൽ ഞാൻ ബാറ്റർ ഒഴിച്ചിട്ടുണ്ട്. ഇഡലി പാത്രത്തിൽ ഒഴിച്ച് വെള്ളം നല്ലതുപോലെ തിളച്ച് ആവി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചിരട്ട എടുത്ത് വെക്കാം. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിക്കാം. ചിരട്ട ആയതുകൊണ്ട് തന്നെ കുറച്ച് സമയം എടുക്കും. ആ സമയത്ത് നമുക്ക് ഇഡലി തട്ടത്തിലും കൂടെ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് ബാറ്റർ ഒഴിക്കാൻ റെഡിയാക്കി വെക്കാം. ഓയിൽ സ്പ്രെഡ് ചെയ്യുവാണെങ്കിൽ എളുപ്പം ഇത് ഇളക്കിയെടുക്കാൻ പറ്റും. 20 മിനിറ്റ് ആയിട്ടുണ്ട്. ചിരട്ടയിൽ വെച്ച അപ്പം റെഡി ആയോ എന്ന് നമുക്ക് നോക്കാം. ഇനി നമുക്കൊരു ടൂത്ത് പിക്ക് വെച്ചിട്ട് എന്തെങ്കിലും ഒരു സ്റ്റിക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുത്തി നോക്കുക. ഇത് ക്ലീനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലതുപോലെ കുക്കായിട്ടുണ്ട്. ഇത് നല്ലതുപോലെ തണുത്തതിന് ശേഷം മാത്രമേ ഈ ചിരട്ടയിൽ നിന്നും ഇളക്കിയെടുക്കാവൂ. ഇനി ബാക്കിയുള്ള ബാറ്റർ നമുക്ക് ഇഡലി തട്ടത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിന് മുമ്പായിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. എങ്കിലേ ആ ഏത്തക്കായോട് കൂടി ഓരോ തട്ടിലും ഓരോ കുഴിയിലും ഒഴിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. എല്ലാത്തിലും നമുക്കിതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് ഇഡലി തട്ടിലേക്ക് വെച്ച് കൊടുക്കുകയാണ്.
ഇതും മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്യാം. ചിരട്ടയിലുള്ള അപ്പം അല്പം തണുത്തിട്ടുണ്ട്. ഇതൊരു കത്തി വെച്ചിട്ട് നമുക്ക് പതുക്കെ ഇതുപോലെ ഒന്ന് സൈഡിലെല്ലാം ഒന്ന് വരഞ്ഞു കൊടുത്തിട്ട് നമുക്കതൊന്ന് ഇളക്കിയെടുക്കാം. നല്ലതുപോലെ തണുക്കുവാണെങ്കിൽ നല്ല ഷേപ്പിൽ കിട്ടും. ചിരട്ടയിലായതുകൊണ്ട് തന്നെ തണുക്കാൻ അല്പം താമസമാണ്. ചിരട്ടയപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇഡലിത്തട്ടത്തിൽ വെച്ച അപ്പവും കൂടെ നോക്കാം. 10 മിനിറ്റ് ആയിട്ടുണ്ട്. തുറന്നു നോക്കുവാണ്. അത് ഒരു ടൂത്ത് പീക്ക് വെച്ചിട്ടൊന്ന് പ്രിക്ക് ചെയ്ത് നോക്കാം. ക്ലീനായി വന്നിട്ടുണ്ട്. ഇപ്പോൾ കുക്കായിട്ടുണ്ട്. ഇത് മാറ്റാം നമുക്ക്. ഇത് നല്ലതുപോലെ തണുത്തതിന് ശേഷം മാത്രമേ ഇതിൽ നിന്ന് മാറ്റാവൂ. തണുത്തിട്ടുണ്ട്. ഞാനിത് മാറ്റുവാണ്. നല്ല ക്ലീനായിട്ട് നമ്മൾ ഓയിലൊക്കെ സ്പ്രെഡ് ചെയ്തുകൊണ്ട് നല്ല ക്ലീനായിട്ട് ഈസി ആയിട്ട് നമുക്ക് ഇത് ഇളക്കിയെടുക്കാൻ പറ്റും. ഇത് 10 മിനിറ്റ് ആയിട്ടുള്ളൂ. ചിരട്ടയിൽ വെച്ചാൽ 20 മിനിറ്റാണ്. പക്ഷേ ടേസ്റ്റ് വളരെ വ്യത്യാസമാണ്. ചിരട്ടയിൽ വെച്ച് അങ്ങനെ ആ തേങ്ങയോടുകൂടി നമ്മൾ സ്റ്റീം ചെയ്തെടുക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ട്രഡീഷണൽ ആയിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത് അതിൻ്റെ ടേസ്റ്റാണ്. ഇത് ഇഡലിത്തട്ടത്തിൽ വെച്ചതാണ്. ഇതിന് 10 മിനിറ്റാണ് കുക്കിംഗ് ടൈം. ഇത് ചിരട്ടയിൽ വെച്ചതാണ്. ഇത് നല്ലതുപോലെ തണുത്തതിന് ശേഷം ഞാൻ എടുത്തതാണിത്. കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് തണുത്തതിന് ശേഷമാണെങ്കിൽ നല്ലതായിട്ട് ഷേപ്പിൽ കിട്ടും. തന്നെയല്ല ഇതിനൊരു പ്രത്യേക ടേസ്റ്റുമാണ്. നമുക്ക് സമയമൊന്നും ഇല്ലാത്തപ്പോൾ ഇഡലിത്തട്ടത്തിൽ വെച്ച് ഉണ്ടാക്കുന്നതാണ് ഈസി. എങ്കിലും ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതൊരു വളരെ ഈസി ആയിട്ട് ഹെൽത്തി ആയിട്ടുള്ളൊരു ഡിഷാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇനി ഞാൻ നല്ലൊരു വീഡിയോയുമായി വരുന്നതായിരിക്കും. ബൈ.